ആ, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വളരെ ശ്രേഷ്ഠമായ ഒരു പ്രശംസയും തുടർന്ന് വളരെ കർശനമായ ഒരു ശാസനയും പത്രോസിന് ലഭിച്ചത് നമ്മൾ മുമ്പ് ചിന്തിച്ചു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മുടെ സന്ദേശം അത് തന്നെയായിരുന്നല്ലോ. ആ വാക്യങ്ങൾ അന്ന് ചിന്തിച്ച ആ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് അതിനോട് ബന്ധിച്ച ചില കാര്യങ്ങളോട് ഇന്ന് രാത്രി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ചുള്ള ഈ വെളിപ്പാട് ദൈവത്തിൽ നിന്നും പ്രാപിച്ച പത്രോസ് സമീപ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന കർത്താവിന്റെ സഭയുടെ ആരംഭത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനുള്ള നിയോഗവും കൂടാതെ ദൈവ നിയോഗപ്രകാരം പത്രോസ് ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ സ്വർഗത്തിലും അംഗീകരിക്കും. ഇതൊക്കെയാണല്ലോ ഈ വാക്യത്തിലെ സാരാംശം. നമുക്ക് വായിക്കുമ്പോൾ അത് നമ്മൾ വിശദീകരിച്ചതാണ്, ഞാൻ അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് പത്രോസ് വായി തുറന്ന് ചില കാര്യങ്ങൾ കൂടി കർത്താവിനോട് പറഞ്ഞതും ഇവിടെ നമ്മൾ കണ്ട ഈ സാഹചര്യം എല്ലാം മാറി. കർത്താവിനോട് പ്രശംസിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറി. അവിടെ യേശു കർത്താവ് വളരെ രൂക്ഷമായ രീതിയിൽ പത്രോസിനെ ശാസിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാവുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. സോറി. അവന്റെ മനസ്സിൽ വന്ന ചിന്തയും പറഞ്ഞ വാക്കുകളും കൊണ്ട് കർത്താവിന്റെ സന്നിധി നിൽക്കാൻ പോലും കഴിയാത്ത നിലയിൽ അവനെ അയോഗ്യനാക്കി, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദൈവഹിതത്തിനെതിരായി ചിന്തിക്കുന്നവരുടെ മേൽ ദൈവത്തിന് ഒട്ടും തന്നെ പ്രസാദം ഉണ്ടാവില്ല എന്ന ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും പത്രോസ് കർത്താവിനെ വിട്ടുപോയില്ല. വിട്ടുപോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുറയിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞ പത്രോസ് കർത്താവ് അത്രയും രൂക്ഷമായി ശാസിച്ചപ്പോഴും പത്രോസ് വിട്ടുപോയില്ല. ഒരുപക്ഷെ അതിന് കാരണമായത് പത്രോസിൽ ലഭിച്ച മറ്റൊരു വെളിപ്പാടായിരിക്കാം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 68-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ശിമോൻ പത്രോസ് കർത്താവിനോട് പറയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. കാരണം ആ ഒരു വെളിപ്പാട് പത്രോസിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പത്രോസ് കർത്താവിനെ വിട്ടുപോയില്ല. മുമ്പ് ഗലീല തടാകത്തിന്റെ തീരത്ത് വെച്ച് അത്ഭുതകരമായ നിലയിൽ മത്സ്യം ലഭിച്ചപ്പോൾ, അതായത് കർത്താവിനെ കണ്ടുമുട്ടുന്ന ആദ്യ നാളുകളിൽ പത്രോസ് യേശു കർത്താവിനോട് പറയുന്നുണ്ട്, തന്നെ വിട്ടുപോകണമെന്ന് അപേക്ഷിക്കുന്ന ആ രംഗമൊക്കെ നമുക്ക് അറിയാമല്ലോ. കർത്താവിന്റെ മുമ്പിൽ തന്റെ അയോഗ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പത്രോസ് അന്ന് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ പത്രോസിനെ ചേർത്ത് നിർത്തി തന്നെ അനുഗമിക്കുവാനാണ് കർത്താവ് അന്ന് പത്രോസിനോട് ആവശ്യപ്പെട്ടത്. അന്ന് മുതൽ യേശുക്രിസ്തുവിന്റെ സന്തത സഹചാരി തന്നെയായിരുന്നു പത്രോസ്. വിട്ടുമാറാതെ യേശുവിനെ അനുഗമിപ്പാൻ അവൻ തയ്യാറായി. ഇന്ന് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൽ സാത്താനെ എന്ന സംബോധനയോട് കർശനമായി യേശു കർത്താവ് പത്രോസിനെ ശാസിക്കാൻ കാരണമായത് പത്രോസ് യേശുവിൽ കൂടി മാത്രം സാധ്യമാകേണ്ടിയിരുന്ന ആ സ്വർഗീയ നിയോഗങ്ങളെ എതിർത്തതിനാലാണെന്ന് നമുക്കറിയാം. എന്നാൽ അന്നത്തെ പശ്ചാത്തലത്തിൽ, അതായത് പത്രോസും കർത്താവും ഒക്കെ ജീവിച്ചിരുന്ന ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവത്തിലും കഴിവിലും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പത്രോസിന് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. കാരണം ശിഷ്യന്മാർ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന മിക്കവരും യേശുവിൽ നിന്ന് പ്രതീക്ഷിച്ചത് പുനർനിർമ്മിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു ഭൗമിക രാജ്യമായിരുന്നു. അവർ കർത്താവിൽ നിന്നൊക്കെ കണ്ടിരുന്നത് അത് മാത്രമായിരുന്നു. യേശു കർത്താവ് തന്റെ ജീവിത രീതികൾ കൊണ്ടും ഉപമകളിലൂടെയും അല്ലാതെയുമുള്ള ഉപദേശങ്ങളിലൂടെയും താൻ വന്നത് ഒരു ഭൗമിക രാജ്യം സ്ഥാപിക്കാനല്ല, പകരം എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിത്യരാജ്യത്തിലേക്ക് അവരെ കൂട്ടാനാണെന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ ചിന്തിച്ചതും കണ്ടതുമൊക്കെ ഒരു ഭൗമിക രാജ്യത്തെ തന്നെയായിരുന്നു. പിന്നീട് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന ശേഷം അവർ ആളുമാറിയതുപോലെ കർത്താവ് പ്രസംഗിച്ച, അല്ലെങ്കിൽ കർത്താവ് വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ കർത്താവ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ച ആ ദൈവരാജ്യത്തിനായി അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു സഭയെ ലോകത്തിലെ രാജാക്കന്മാരും രാജ്യങ്ങളും ഒക്കെ അംഗീകരിച്ചു. ആ സഭാചരിത്രത്തിൽ നമുക്കറിയാം. തുടർന്ന് സഭയിലെ ആത്മീയ നേതാക്കന്മാർക്ക് രാജ്യത്തിലെ പ്രത്യേക പദവികൾ ലഭിച്ചതോടെ അവരുടെ ചിന്താധാരകളും ലക്ഷ്യങ്ങളും ഒക്കെ മാറിയത് സഭാചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ.
ആ വാക്ക് അതിലേക്കൊന്നും ഞാൻ അധികം കടപ്പാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നില്ല. ഭൗതിക വിഷയങ്ങളിൽ ദൈവവചന പ്രകാരമുള്ള ഒരു വേർപാട് നാം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മെ ദൈവം മുമ്പാകെയുള്ള നമ്മുടെ ആത്മീയ പദവികളിൽ നിന്നും തള്ളി താഴെയിടുമെന്നുള്ള കാര്യം നാം ഓർക്കുക പ്രിയമുള്ളവരെ. ഭൗതിക വിഷയങ്ങൾ തീർച്ചയായും ഒരു വേർപാട് നാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ചില പഴയ നിയമ വേദവാക്യങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ന്യായീകരിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നമ്മളത് ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവേശുവിനാൽ വിളിക്കപ്പെട്ട ദൈവഭക്തന്മാരെ ഓർക്കുക, ദൈവസന്നിധിയിൽ ഇതിനൊരു പ്രസക്തിയും ലഭിക്കില്ല, അതിനൊരു അംഗീകാരവും ലഭിക്കില്ല. എത്ര കണ്ട് ന്യായീകരിച്ചാലും കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ സാത്താൻ എന്നെ വിട്ടുപോയി എന്ന് പറയുന്നതിൽ അതിനെ മാറ്റുക. അതായത് പത്രോസിനോട് പറഞ്ഞതുപോലെ എന്നെ വിട്ടുപോകുവിൻ എന്നൊരു അശരീരി മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അത് നാം മറന്നു പോകരുത്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളുടെ ഒക്കെ മധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന സംഗതി, ദൈവത്തിന്റെ ചിന്തയും വിചാരങ്ങളും എപ്പോഴും നമ്മുടേതിനേക്കാളൊക്കെ വളരെ വളരെ ഉയർന്നതാണെന്നുകൊണ്ട് നാം അറിയുക. കാരണം പത്രോസ് ചിന്തിച്ചതിനേക്കാൾ, പത്രോസിനോട് കൂടിയുള്ള മറ്റു ശിഷ്യന്മാർ ചിന്തിച്ചതിനേക്കാൾ, ഒരുപക്ഷെ യേശുവിന്റെ അടുക്കൽ വന്ന ആ ജനങ്ങളൊക്കെ ചിന്തിച്ചതിനേക്കാൾ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തയും ഒരു പ്രവൃത്തിയുമായിരുന്നു കർത്താവ് അവിടെ ചെയ്തിരുന്നതെന്ന് ഇന്ന് നമുക്കറിയാം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ദൈവത്തിന്റെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ നമ്മുടേതിനേക്കാളൊക്കെ വളരെ വളരെ ഉയർന്നതാണ്. അവിടെ സംശയം ഒട്ടും തന്നെയില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുക, അതായത് ദൈവത്തിൽ ആശ്രയിക്കുക. അത് മാത്രമേ, അല്ലെങ്കിൽ അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് മാത്രമേ നാം ചെയ്യുക. പ്രിയമുള്ളവരെ, തീർച്ചയായും ഈ ഭൂമിയിലെ ഏതെങ്കിലും കുറെ കാര്യങ്ങളെ നമുക്കൊരുക്കി നമ്മെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യതയുടെ ദർശനത്തിൽ നമ്മെ വളർത്താനാണ്, നിത്യതയുടെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ ഉയർത്താനാണ്. പത്രോസിനോട് പറഞ്ഞ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതായത് ഈ സന്ദർഭത്തിലെ പത്രോസിന്റെ വാക്കുകൾ തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ സാത്താൻ മരുഭൂമിയിൽ നടത്തിയ പ്രലോഭനത്തിന്റെ തുടർച്ചയാണെന്ന് യേശു കർത്താവ് തിരിച്ചറിഞ്ഞ് ശാസിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ പത്രോസിനെ ഈ രീതിയിൽ ശാസിച്ചതിനെ തുടർന്നുകൊണ്ട് പത്രോസ് ഉൾപ്പെടെ എല്ലാവരുമായി കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് എല്ലാവരോടുമായി ഉപദേശിക്കുന്ന കുറെ വാക്യങ്ങൾ അതിന്റെ തുടർച്ചയായിട്ടുണ്ട്. നമുക്കതിലെ ചില വാക്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നോക്കാം, ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഒത്തിരി പ്രസംഗങ്ങൾ പണ്ട് കാലത്ത് ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നു. പല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ, സുവിശേഷകർക്കിടയിൽ ഒക്കെ ഈ വാക്യങ്ങൾ എടുത്ത് പ്രബോധിപ്പിക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയും അവരെ തീരുമാനങ്ങളിലേക്കും ദൈവ നിയോഗങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു വാക്യമായിരുന്നു, ഒരു പ്രബോധനമാണ് ഇത്. പ്രിയമുള്ളവരെ, കുരിശില്ലാതെയുള്ള ലൗകിക വിജയത്തെ ആത്മീയ വിജയമായി കരുതുന്നവരോടുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുരിശില്ലാതെ വിജയമുണ്ട്, അതൊരു ലൗകിക വിജയമാണ്. ഒരുപക്ഷെ വലിയ കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിയും, വലിയ ഗ്യാതറിംഗ് ഉണ്ടായിരിക്കും, വലിയ ചർച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും രാത്രി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുരിശില്ലാതെയുള്ള ലൗകിക വിജയത്തെ ആത്മീയ വിജയമായി കരുതുന്നവരോടുള്ള കൃത്യമായ പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന എല്ലാവരും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശു കർത്താവിനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുരിശില്ലാത്ത ക്രിസ്തുമതം യഥാർത്ഥ ക്രിസ്തുമാർഗമല്ല എന്നുള്ളത് നാം അറിയുക. ഓർക്കുക, കുരിശില്ലാതെ രക്ഷയില്ല. യേശു കർത്താവ് സർവ്വ മനുഷ്യരുടെയും രക്ഷാ നായകനായി തീരുന്നത് ഈ കുരിശിലൂടെ തന്നെയാണ്. ആ കുരിശിൽ താൻ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളിലൂടെ തന്നെയാണ് ആ രക്ഷാനായകനായി തീരുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നോക്കുക, തന്നെ അനുഗമിക്കുന്നവർ ദൈവ മഹത്വത്തിലേക്ക് എത്തിച്ചേരേണ്ടതിന് യേശുക്രിസ്തു സ്ഥാപിച്ച വഴി അവരുടെ മുമ്പിൽ ഒരുക്കിയിരുന്നത് കുരിശിലൂടെയാണെന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വാക്യത്തിൽ കർത്താവിനെ തികഞ്ഞവനാക്കുന്ന എന്ന ആ ഒരു പ്രയോഗം, യേശുവിന്റെ കഷ്ടസഹനങ്ങൾക്ക് മുമ്പ് അവൻ പൂർണ്ണനല്ലായിരുന്നു എന്നൊരു വാദമുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിന് ചേർത്ത് പറയുകയാണ്. അങ്ങനെ ഒരു ചിന്ത, ആ ഒരു നിലയിൽ നമ്മൾ ചിന്തിക്കരുത്. അതായത് കർത്താവ് പൂർണ്ണനായി തീർന്നത് കുരിശായി തീർന്നപ്പോഴാണ്, അതിനു മുമ്പ് അവൻ അപൂർണനായിരുന്നു എന്നൊരു
അർത്ഥമൊന്നും അതിനില്ല. യേശുക്രിസ്തു പാപമില്ലാത്തവനും സ്വഭാവത്തിലും പ്രവൃത്തിയിലും പരിപൂർണനുമായിരുന്നു. ഇവിടെ അവനെ തികഞ്ഞവനാക്കി എന്നതിന്റെ അർത്ഥം അവൻ അനുഭവിച്ചത് കഷ്ടത മൂലം ദൈവം അവനെ മനുഷ്യരുടെ തികഞ്ഞ രക്ഷകനാക്കി വെളിപ്പെടുത്തിയെന്നാണ്. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ കുരിശിലൂടെയുള്ള കാര്യങ്ങൾ അത് അതിലൂടെയാണ് ദൈവം ആ പ്രവൃത്തികളെയൊക്കെ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ താൻ അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടതകൾ അവരുടെ പാപങ്ങളും കുറ്റങ്ങളും പരിഹരിക്കുന്നത് കൂടാതെ മനുഷ്യരുടെ കഷ്ടതകളെയും അതുപോലെ പ്രലോഭനങ്ങളുടെയും നടുവിൽ അവരോട് സഹതാപം കാണിക്കുവാൻ തക്ക അവനെ പൂർണ്ണമായി പ്രാപ്തനാക്കുന്നുള്ള എബ്രായ ലേഖനത്തിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാമാണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ യേശു കർത്താവിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിലായിരുന്ന സമയത്ത് അനേകം രോഗികൾ വന്ന് കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് നമുക്കറിയാം. ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. അതൊക്കെ പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുകയും വായിക്കുകയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല വ്യത്യസ്ത നിലയിൽ വിടുതൽ പ്രാപിച്ച നിരവധി ആൾക്കാരെയും കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശാശ്വതമായിരുന്നില്ല. നമുക്കറിയാം മരിച്ച് 4 നാളായ ലാസറിനെ ഉയർപ്പിച്ചത് ആ ലാസറിന്റെ ഉയർപ്പും ശാശ്വതമായിരുന്നില്ല. ചില വർഷങ്ങൾക്ക് ശേഷം ലാസർ മരിച്ചു. അതുപോലെ തന്നെ വിവിധ നിലയിൽ സൗഖ്യം പ്രാപിച്ചവരും വിടുതൽ പ്രാപിച്ചവരും ഒക്കെ പിൽക്കാലത്ത് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല നാം പ്രത്യാശ വെക്കേണ്ടത്. യേശു കർത്താവ് കഷ്ടം സഹിച്ച് നമുക്കായി ഒരുക്കിയ നിത്യരക്ഷയിലും തേജസ്സിലുമാണ് നാം നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് സാധ്യമാകുന്നത് കുരിശിന്റെ പാതയിലൂടെ തന്നെയാണ്. ഇതിനോട് ചേർത്ത് അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. 1 തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഒരു വലിയ നിയമനം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ വാക്യത്തിലെ ഉണർന്നിരിക്കുന്നവർ എന്ന പദം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെയാണ് കാണിക്കുന്നത്. ഇവിടെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറയുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളാണ് ഉണർന്നിരിക്കുന്നവരെ കൊണ്ട് അല്ലെങ്കിൽ ആ പദം സൂചിപ്പിക്കുന്നത്. അവർ ക്രിസ്തുവിലുള്ള ജീവനും കൂട്ടായ്മയും പങ്കുവെച്ചുകൊണ്ട് സമാധാനത്തോടെ ദൈവത്തിന്റെ നാളിനായി പ്രത്യാശയോടെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുപോലെ ഉറങ്ങിയവർ എന്ന പദം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. അവർ ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള ജീവനും കൂട്ടായ്മയും അവരും അതേ സമയം തന്നെ പങ്കുവെച്ചുകൊണ്ട് അവരുമായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ 2 കാര്യങ്ങളിലുമുള്ള തന്റെ പ്രത്യാശയെ പങ്കുവെച്ചുകൊണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ എഴുതി. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. വളരെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലായിട്ട് ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസിന്റെ ആഗ്രഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ രാഷ്ട്രീയ സാഹിത്യ വ്യക്തികൾ, നമുക്കറിയാം ശ്രേഷ്ഠ വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. അവർ ബൈബിളിൽ നിന്ന് കർത്താവിന്റെ വാക്കുകളൊക്കെ ഒത്തിരി കോട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ നിന്ന് ചില വാചകങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതാണ് മാതൃക, ഇങ്ങനെ ജീവിക്കണം, കർത്താവിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു നല്ല മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കൽ വരാതെ പോകുന്നത് നമുക്കറിയാം. അവർ കർത്താവിന്റെ അടുക്കൽ വരുന്നില്ല. കർത്താവിന്റെ ചില വാക്കുകളെ ചില സന്ദർഭത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നവരെ പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നതല്ല നമ്മളിൽ ഓരോരുത്തരിലും ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം എന്നുള്ളത് നാം അറിയാം. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ഒരുക്കിയിരിക്കുന്ന നിത്യജീവനും തേജസ്സും പ്രാപിക്കാനാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം വലിയ മൂഢന്മാരായി തീരുമെന്നുള്ളതും നാം ഇതിനോട് ഞാൻ ചേർത്ത് പറയട്ടെ. ഇനി ഇവിടെ പത്രോസിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്പം മുമ്പ് ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു അല്ലെ. കർത്താവിന്റെ കാര്യം പറയുമ്പോൾ പത്രോസെ നീ പറയുന്നുള്ള അല്ലെങ്കിൽ ദൈവമാണ് വെളിപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകനായി തന്നെയാണ് പത്രോസിനോട് കാണുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവൻ പിശാചിന്റെ കാര്യപരിപാടികളുടെ വ്യക്താവായിട്ട് മാറുന്ന ആ കാഴ്ചയാണ് ആ ചില വാക്യങ്ങളുടെ താഴേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിനെ കുരിശിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ അവൻ യഥാർത്ഥത്തിൽ സ്വന്തം ശാപത്തെയും പാപത്തെയും കൂടി പരിഹാരമില്ലാത്ത ഒന്നാക്കിയിട്ടാണ് അവൻ മാറ്റുന്നത്. നമുക്കറിയാം യേശു കർത്താവ് സകല മനുഷ്യരുടെയും
എന്റെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്രൂശ് തെരഞ്ഞെടുത്തത്, കാൽവറിയിലേക്ക് യാത്രയാകുന്നത്, കഷ്ടം അനുഭവിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. അത് സകല മനുഷ്യരുടെ എന്ന് പറയുമ്പോൾ പത്രോസ് അതിനെ തടയുമ്പോൾ തന്റെ കൂടെ രക്ഷയെ കൂടിയാണ് അവൻ അത് തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിനു തടസ്സമായിട്ടാണ് താൻ അവിടെ നിൽക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് പത്രോസ് ഈ ദൈവഗതത്തിലെ അനുഗ്രഹങ്ങളെ ഒക്കെ മനസ്സിലാക്കിയിട്ട്, കർത്താവെ അത് അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് യേശു കർത്താവിനെ ഉപദേശിച്ച അതേ പത്രോസ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആവശ്യതയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വ്യാഖ്യാനകരിൽ ഒരാളായി മാറി എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തികളുടെ ആദ്യ അധ്യായങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് വലിയ ധൈര്യത്തോട് തന്നെ യഹൂദ പ്രമാണിമാരോട് പ്രസംഗിച്ചത് നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ആ യഹൂദ പ്രമാണിമാരുടെ അടുക്കൽ അല്ലെങ്കിൽ മതോപുരോഹിതന്മാരുടെ അടുക്കൽ വളരെ ഉച്ചത്തിൽ ഘോഷിക്കുവാനായിട്ട് പത്രോസിനിടയായി. പത്രോസ് ആ നിലയിൽ ദൈവം അതിനെ പത്രോസിനെ ഉപയോഗിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പത്രോസിനെ രൂക്ഷമായി ശാസിച്ചതിനെ തുടർന്ന് പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരോട് യേശു കർത്താവ് ഉപദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആദ്യം തന്നെ അനുഗമിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് കർത്താവ് അവരെ അറിയിക്കുന്നുണ്ട്. ആ വേദഭാഗത്ത് ഒരിക്കൽ കൂടി നമ്മൾ ആ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാൻ 16-24 വാക്യത്തിൽ, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. ഇവിടെ ഈ ഉപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല, ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു കൂട്ടം ജനം കുരിശിന്റെ പ്രതീകങ്ങളെ ധരിക്കുകയോ ചുമക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ചുറ്റും എല്ലാം നാം കാണുന്നതാണല്ലോ. ചിലർ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അതിനെ അണിയാറുണ്ട്, മറ്റു ചിലർ അതിനെ വണങ്ങുകയും അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ചില ഓർമ്മ ദിവസങ്ങളിലൊക്കെ ഭാരമേറിയ മരക്കുരിശ് ചുമക്കുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കാഴ്ചകളൊക്കെ ടിവിയിലും അല്ലെങ്കിൽ വീഡിയോയിലും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ തെരുവുകളിലൊക്കെ നമ്മൾ അത് കാണാറുണ്ട്. ഓരോ വ്യക്തികളും അവനവൻ വഹിക്കേണ്ടുന്ന ക്രൂശും എടുത്ത് യേശു കർത്താവിനെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് വഹിച്ച ക്രൂശ് എന്ന് പറയുന്നത് പീലാത്തോസിന്റെ അരമന മുതൽ ആ പട്ടണത്തിന് പുറത്തുള്ള ആ ഗോൽഗോഥ വരെ ക്രൂശ് ചുമന്ന ദൂരം മാത്രമായിരുന്നില്ല. നാം അങ്ങനെ ചിന്തിക്കരുത്. നമുക്കറിയാം കർത്താവ് ക്രൂശ് ചുമന്നത് പീലാത്തോസ് ന്യായം വിധിച്ചതിന് ശേഷമാണ് അവന്റെ വേഷം മാറി അവന്റെ മേൽ കുരിശ് ചുമത്തി അല്ലെങ്കിൽ അവന്റെ മേൽ തോളിൽ വെച്ചു കൊടുത്ത് അവനെ കൊണ്ട് അത് ഗോൽഗോഥ വരെ ചുമപ്പിക്കുന്നത്. യേശു കർത്താവ് ഈ വേദഭാഗത്ത് ശിഷ്യന്മാരോട് പറയുന്നത് പോലെ താൻ യെരുശലേമിൽ ചെന്നിട്ട് ഇത് പത്രോസ് കർത്താവിനെ ശാസിക്കുമല്ലോ ഉപദേശിക്കാനുള്ള കാരണമായത് കർത്താവിന്റെ ആ വാക്കുകളാണല്ലോ. ആ വാക്കിങ്ങനെയാണ് പറയുന്നത്, യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്നായിരുന്നു. അവിടെ നമുക്കറിയാം ക്രൂശിന്റെ കാര്യം ഒന്നും പറയുന്നില്ല, കൊല്ലപ്പെടും 3-ാം നാൾ ഉയർക്കുമെന്നാണ്. പിന്നെ തുടർന്ന് കർത്താവ് വേറെയാണ് തന്നെത്താൻ ക്രൂശ് എടുത്ത് അനുഗമിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ്, അതായത് ആ വാക്യങ്ങളുടെ അല്ലെങ്കിൽ ആ 2 ഭാഗങ്ങളോട് നമ്മൾ ചേർത്ത് പറയുമ്പോൾ മനുഷ്യകുലത്തിന്റെ പാപ പരിഹാരത്തിനായി താൻ സഹിക്കുന്ന എല്ലാ കഷ്ടതയെയും കുരിശ് എന്ന പദത്തിൽ അവിടെ ഉൾക്കൊള്ളിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. കേവലം കാൽവരി ക്രൂശിൽ ആ കൈകാലുകൾ വിരിച്ച് ആ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സമയം മാത്രമല്ല, തുടർന്നുള്ള എല്ലാ കഷ്ടതകളും, അതായത് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതും കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് വിചാരണയ്ക്കായി കൈമാറുന്നതും അതിനിടയിൽ പരിഹസിക്കുന്നതും വിവിധ നിലയിൽ ഉപദ്രവിക്കുന്നതും ഒക്കെ ആ ക്രൂശ് എന്ന പദത്തിൽ അല്ലെങ്കിൽ ആ ക്രൂശിന്റെ ആ പാതയിൽ ഉൾപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി അല്പം കൂടെ കുറച്ചുകൂടെ നമ്മൾ ആഴ്ത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് മരുഭൂമിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയിലായിരുന്ന യേശുവിനെ പ്രലോഭിപ്പിക്കാൻ അടുത്തു വന്ന പിശാച് അവിടെ പറയുന്നുണ്ട്, തന്നെ ഒന്ന് നമസ്കരിച്ചാൽ സകലതും നൽകാമെന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതായത് കുരിശില്ലാതെ സകലതും സാധിക്കാമെന്ന് കർത്താവിനെ പ്രലോഭിപ്പിക്കുമ്പോൾ അവിടെ കർത്താവ് അവിടെയും സാത്താനെ അവിടുന്ന് ശാസിക്കുകയും അവിടുന്ന് ഓടിക്കുന്നൊക്കെ നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ യേശു കർത്താവിന്റെ അന്നു മുതലുള്ള ആ ശുശ്രൂഷ കാലയളവ് മുഴുവൻ അതിനുവേണ്ടി താൻ സഹിച്ച കഷ്ടതകളെല്ലാം താൻ വഹിച്ച ആ ക്രൂശിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അന്നേരം അതൊരു ജീവിതം തന്നെയായിരുന്നു. ആ മരണത്തോടുകൂടി അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മരിച്ച് ആ ഉയർത്തെഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ ജീവിതത്തെ മുഴുവനായി തന്നെ നമുക്ക് ആ ക്രൂശ് എന്നുള്ള ആ പദത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനൊരു കുരിശിന്റെ ആകൃതി വന്നത് അല്ലെങ്കിൽ കർത്താവിന്റെ ഞാൻ പറഞ്ഞല്ലോ ശുശ്രൂഷയുടെ ആരംഭം മുതൽ, അതായത് യോഹന്നാന്റെ സ്നാനം ഏറ്റതിന് ശേഷം ആ മരുഭൂമിയിൽ ഉപവാസമിരുന്ന ആ സമയം മുതൽ കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കുന്നത് വരെയുള്ള ആ സമയം മുഴുവനുള്ള തന്റെ ജീവിതമായിരുന്നു ആ ക്രൂശ് എന്ന് പറയുമ്പോൾ അതിന് ഒരു കുരിശിന്റെ ആകൃതി വന്നത്, കുരിശ് എന്ന പിൽക്കാലത്ത് ഒരു ആകൃതി എന്ന നിലയിൽ അത് വന്നത് പീലാത്തോസിന്റെ ന്യായവിസ്താരത്തിന് ശേഷം ഒരു മരക്കുരിശ് ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോയ സമയത്തായിരുന്നു അതിനൊരു കുരിശിന്റെ ആകൃതിയും ആ ഒരു ചിന്തയും അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, ആ ഒരു ദർശനം അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമുക്ക് മുമ്പാകെ വന്നത്. ഇവിടെ
ഇവിടെ കർത്താവ് ക്രൂശ് വഹിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും കുരിശെടുക്കാൻ പറയുമ്പോൾ നമ്മൾ ചുമക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചുമക്കേണ്ടുന്ന കുരിശ് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ കർത്താവിന്റെ കുരിശ് എന്ന് പറയുന്നത്, കർത്താവ് ഈ പൂർത്തീകരണത്തിന്, രക്ഷാപൂർത്തീകരണത്തിന് വേണ്ടി താൻ സഹിച്ച സകല കഷ്ടതകൾ, താൻ അതിനുവേണ്ടി ഉപദേശിച്ചു, അതിനെ എതിർപ്പുകൾ സഹിച്ചു, മഹാപുരോഹിതന്മാർ തന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു, താൻ പല സ്ഥലങ്ങളിലും തനിക്ക് നിൽക്കാൻ കഴിയാതെ താൻ മാറി മാറി പോകേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ കർത്താവ് അതിൻ്റെയൊക്കെ ലക്ഷ്യം അതായിരുന്നു. ഇനി നമ്മൾ ചുമക്കേണ്ടുന്ന ക്രൂശ് അതെന്തായിരിക്കും, അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും, അതിന്റെ ആവശ്യകത എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കുരിശിന്റെ ആകൃതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവല്ല എന്ന് ആദ്യമേ തിരിച്ചറിയട്ടെ. മനുഷ്യർ കുരിശിനോട് ചേർത്ത് ബന്ധത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ചില വ്യക്തികളെയും ചില സാഹചര്യങ്ങളെയും ഒക്കെ തങ്ങളുടെ ജീവിതത്തിലെ കുരിശായി സാമ്യപ്പെടുത്തി നർമ്മം കലർത്തി സംസാരിക്കാറുണ്ട്. നമ്മൾ അത് കേട്ടിട്ടുണ്ട്. പല രീതിയിൽ ആൾ കുരിശാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തമാശയായിട്ടോ അല്ലെങ്കിൽ പരിഹാസമായിട്ടോ ചില സന്ദർഭങ്ങളിൽ തികഞ്ഞ വെറുപ്പിലോ ആയിരിക്കാം. ചിലപ്പോൾ കർത്താവ് എന്ത് ചെയ്യും, ഇതൊരു കുരിശായല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില കാര്യങ്ങൾ വരുമ്പോൾ, ചില വ്യക്തികൾക്ക് ചില നിർബന്ധങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത്തരമൊരു പരിഹാസമോ വെറുപ്പോ ഈ തിരുവചന ഭാഗത്ത് വിവരിക്കുന്ന ആ കുരിശിൽ കാണാനാവുന്നില്ല. ആ കുരിശ് അനുഭവിക്കുന്നത്, ആ കുരിശിന്റെ പാതയിൽ പോകുന്നത് തീർച്ചയായും ഒരു വലിയ ദൈവിക അനുഗ്രഹമാണ്. അത് വളരെ പ്രതിഫലമേറിയതാണ്. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സർവ്വഭൂമിയെക്കാളും വിലയേറിയ പദവികളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ആ കുരിശ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അനുഭവിച്ച ക്രൂശ് അനുഭവം എല്ലാ അർത്ഥത്തിലും തികവുള്ളത് തന്നെയാണ്. അപ്പോൾ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടുന്ന കുരിശ് അനുഭവം തീർച്ചയായിട്ടും കർത്താവിന്റെ കഷ്ടതയല്ല. കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഇനി പാപത്തിന് വേണ്ടി നാം ആരും കഷ്ടം അനുഭവിക്കേണ്ട. ഇനി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതുകൊണ്ടൊരു യാതൊരു പ്രയോജനവുമില്ല. അതൊക്കെ നമുക്ക് അതിന്റെ ദൈവവചന അല്ലെങ്കിൽ ആ ദൈവശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ നീതി പ്രവൃത്തികളോ കഷ്ടതകളോ അതിന്റെ പിന്നിലെ നമ്മുടെ പ്രയത്നത്തിന്റെയോ പേരിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ ഒരു പ്രസാദവുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ കറവരുടെ തുണി പോലെ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. ഈ വേദഭാഗത്ത് യേശു കർത്താവ് പറയുന്നത് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശും എടുത്ത് അനുഗമിക്കാനാണ്. തന്നെത്താൻ ത്യജിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തെ നിഷേധിക്കുക എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം ആ ചിന്തകളൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇവിടെ സ്വയത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കാത്തവർ സ്വാഭാവികമായും സ്വയത്തെ അന്വേഷിക്കുന്നവരും സ്വീകരിക്കുന്നവരായിരിക്കും. നോക്കുക, ഞാൻ അത് പദം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഇവിടെ സ്വയത്തെ ത്യജിക്കുക അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കുക അല്ലെങ്കിൽ സ്വയത്തെ നിഷേധിക്കുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ സ്വാഭാവികമായും അവരുടെ സ്വയത്തെ തന്നെത്താൻ അന്വേഷിക്കുന്നവരും അതിനെ സ്വീകരിക്കുന്നവരുമായിരിക്കുമല്ലോ. പ്രിയമുള്ളവരെ, സ്വയത്തെ അന്വേഷിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ പാപത്തെ മുറുകെ പിടിക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, അതിൽ ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സാത്താന്റെ പതനത്തിന് കാരണമായത് അത് തന്നെയാണ്. യെശയ്യാപ്രവചനം 14 അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ഈ വേദവാക്യവും നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് അതിൽ വിശദീകരിക്കുന്നില്ല. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തന്നെത്താൻ നേടാനായി ഉച്ചരിച്ച വാക്കുകൾ പറഞ്ഞു തീരും മുമ്പേ അതിന്റെ ശിക്ഷയും അവിടെ വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ തന്നെ അവിടെ അതിന്റെ ശിക്ഷ വന്നു. എന്നാൽ ക്രൂശിനെ സ്വീകരിക്കാൻ വന്ന യേശു കർത്താവിനെ നോക്കുക. യേശു ക്രിസ്തു തന്നെത്താൻ ത്യജിച്ചു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ യേശുവിനെ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമവും നൽകി. അത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ വിശദീകരിക്കുന്ന നമുക്കറിയാം. അവർ വലിയ പദവിയിലേക്ക് ദൈവം ഉയർത്തുന്ന നമുക്ക് കാണുന്നുണ്ട്. ദൈവം മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവം അനുസരിക്കുന്നതാണ് ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതെന്ന് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തോട് ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതാണ്. അങ്ങനെ പറയുന്നവർ ദൈവത്തോട് അതെ, അതാ അല്ലെങ്കിൽ യെസ് എന്ന് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയണം. അതായത് നോ എന്ന് ലോകത്തോട് പറയുമ്പോൾ നാം ദൈവത്തോട് യെസ് അല്ലെങ്കിൽ അതെ എന്ന് നാം പറയണം. അതാണ് യഥാർത്ഥമായ കുരിശ്. അതായത് ദൈവത്തിന്റെ ഹിതത്തോട്, ദൈവത്തിന്റെ ആഗ്രഹത്തോട് നാം യെസ് എന്ന് പറയുന്നതാണ് ആ കുരിശെടുത്ത്. ഇവിടെ സ്വന്തം കുരിശെടുക്കുക എന്നതിന് ഒത്തിരി വിശദീകരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒത്തിരി വിശദീകരണം നാം കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചിലതിനെ സഹിക്കുന്നതിനെ എല്ലാവരും കുരിശിനെ ഗണത്തിൽ പെടുത്താറുണ്ട്. ഉദാഹരണത്തിൽ അതായത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, സാമൂഹിക സാമ്പത്തിക മേഖലകളിലുള്ള നമ്മുടെ കുറവുകൾ, പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മുടെ അതുപോലെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ,
ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ കുരിശിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇവയൊന്നും ഈ വേദഭാഗത്ത് കാണുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന കുരിശല്ല എന്ന് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 32 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യരുടെ ചില പ്രവർത്തികളിൽ ദൈവം പ്രസാദിച്ച് പ്രതിഫലം നൽകുന്നത് കാണാം. ഞാൻ ആ വാക്യത്തിലെ ആ സാരാംശം മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അവിടെ ഉള്ള ആ ഒരു കൂട്ടം ആൾക്കാരോട് അവർ അറിയാതെ തന്നെ കർത്താവിന് വിശന്നപ്പോൾ ഭക്ഷിപ്പാൻ നൽകി, ദാഹിച്ചപ്പോൾ കുടിപ്പാൻ നൽകി, അതിഥിയായിരുന്ന അവനെ ഭവനത്തിൽ സ്വീകരിച്ചു, നഗ്നനായിരുന്ന അവനെ ഉടുപ്പിച്ചു, രോഗിയായിരുന്ന അവനെ കാണാൻ പോയി, തടവിലായിരുന്ന അവന്റെ അടുക്കൽ ചെന്ന് തുടങ്ങിയ ആ പ്രവൃത്തികളിലൊക്കെ ദൈവം പ്രസാദിക്കുന്നതാണ് നമുക്ക് വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സമയം ചിലവഴിച്ചും വില കൊടുത്തും ചെയ്യുന്ന ഈ സത്പ്രവൃത്തികളൊക്കെ നമ്മുടെ കുരിശിൽ ഉൾപ്പെടും. കാരണം അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണ്. കൂടാതെ നാം നമ്മുടെ കുരിശ് ചുമക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥനയും ബൈബിൾ ധ്യാനവും ഉൾപ്പെടും. കാരണം ദൈവസന്നിധിയിൽ, അതായത് ലോകത്തിലെ ആകർഷണങ്ങളുടെ പുറകെ പോകാതെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നത് തീർച്ചയായും ദൈവത്തിന് പ്രസാദമുള്ളത് തന്നെയാണ്. അതിന് നമ്മുടെ കുരിശ് തന്നെയാണ്. ആ ഒരു ധ്യാനത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രാർത്ഥനയിൽ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ദൈവസന്നിധിയിൽ അനേക നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും അതൊരു കുരിശ് തന്നെയാണ്. നമ്മുടെ സ്വന്തം കുരിശിനെയാണ് നാം വഹിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ കുരിശ് എടുക്കുക എന്നതിനർത്ഥം ദൈവം നമുക്ക് നൽകിയതോ ഒരുക്കിയതോ ആയ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട്, നമുക്കറിയാം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്, ദൈവമാണ് നമുക്ക് സകലതും നൽകിയത്, ഈ ജീവിതത്തെയൊക്കെ ഇത്രത്തോളം കൊണ്ടുവന്നതും ഇത്രത്തോളം നടത്തുന്നതും ദൈവത്തിന്റെ വലിയ ഭാഗ്യ പദവികൾക്കൊക്കെ നമ്മെ അവകാശികളാക്കി തീർത്തതൊക്കെ ദൈവം തന്നെയാണ്. അങ്ങനെ ദൈവം നമുക്ക് നൽകിയതോ അല്ലെങ്കിൽ ഒരുക്കിയതോ ആയ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട്, കർത്താവിനെ സേവിച്ചുകൊണ്ട്, കർത്താവിന് മുമ്പാകെ അവയൊക്കെ സമർപ്പിക്കുക, അത് തന്നെയാണ് ആ കുരിശെടുക്കുക എന്നതിലൂടെ ഈ വേദഭാഗം നമ്മളോട്, അല്ലെങ്കിൽ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പദം സേവിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ സേവിക്കുക എന്ന പദത്തിന് ആരാധിക്കുക എന്ന അർത്ഥമുണ്ട്. കാരണം മരുഭൂമിയിൽ എന്റെ ജനത്തെ ആരാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ സേവിക്കുക എന്നുള്ള ആ വാക്കുകളൊക്കെ നമുക്കറിയാമല്ലോ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാം മനസ്സിലാക്കുന്ന മറ്റൊരു അർത്ഥത്തിലായതുകൊണ്ടാണ് ഞാൻ സേവിക്കുക എന്നുള്ള പദം തന്നെ ഞാൻ ഉപയോഗിച്ചത്. അത് കുറച്ചുകൂടി ആഴത്തിലാണ്. കാരണം ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇന്ന് നാം ആരാധന എന്ന പദത്തിന് കൊടുക്കുന്ന അർത്ഥം കുറച്ചുകൂടി വ്യത്യസ്തമായ നിലയിലായതുകൊണ്ടാണ് ഞാൻ സേവിക്കുക എന്ന് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പിന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ. എനിക്കൊന്ന് ലാസ്റ്റ് ബേബിച്ചാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ ആയിട്ട് ആ വാക്യം ഒന്ന് ഉദ്ധരിച്ചല്ലോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ നാം ക്രൂശ് വഹിക്കുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങൾ പ്രകാരം നാം ഓരോരുത്തരും ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്. കാരണം ഒരു യാഗം സമർപ്പിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബുദ്ധിയുള്ള ഈ ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പഴയ നിയമ പുരോഹിതൻ തന്റെ അടുക്കൽ വരുന്ന ആരാധകരിൽ നിന്നും യാഗവസ്തുക്കളെ സ്വീകരിച്ചുകൊണ്ട് അത് ദൈവത്തിന് സമർപ്പിക്കുന്നു. കാരണം ഒരു ആരാധകൻ വന്ന് അവനൊരു ആടിനെയോ എന്തെങ്കിലും ഒരു യാഗവസ്തുവിനെ അവിടെ കൊണ്ടുവരും. ആ യാഗവസ്തുവിനെ സ്വീകരിച്ച് അത് ദൈവത്തിന് മുമ്പാകെ യാഗമർപ്പിച്ച് ആ ആരാധകനെ സമാധാനത്തോടെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പുതിയ നിയമ പുരോഹിതഗണത്തിൽ ഉൾപ്പെടുന്ന നമ്മൾ സകലവും നമുക്കായി ഒരുക്കുന്ന ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച്, നമുക്കൊന്നും നമ്മുടെ നിന്ന് എടുക്കാനില്ല, നമുക്ക് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിൽ നിന്നും അത് സ്വീകരിച്ച്, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച്, നമുക്കായി ഒരുക്കുന്ന ആ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇവിടെയും ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ ഈ ചിന്ത നമ്മൾ ആ ഒരു നിലയിൽ നാം മനസ്സിലാക്കുക. ഇവിടെ നമ്മളെയും നമുക്കുള്ള എല്ലാത്തിനെയുമാണ് നന്ദിയോട് സമർപ്പിക്കേണ്ടത്. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഒരു ബുദ്ധിയുള്ള ആരാധനയെ സമർപ്പിക്കാനാണ് ഈ വേദഭാഗത്ത് നമുക്കുള്ള ആഹ്വാനമെന്ന് നമുക്കറിയാമല്ലോ. ഇതിന്റെ തുടർച്ചയായ വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളോട് ഇതിനോട് ചേർത്ത് പറയാനുണ്ട്. അത് അടുത്ത ആഴ്ച ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് നാം നമ്മുടെ മുൻഗണനകളെ തിരുത്തണം. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. ഇന്ന് രാത്രി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞല്ലോ. എന്താണ് നമ്മുടെ ജീവിതത്തിലെ കുരിശ് എന്നുള്ളത്? ചില കാര്യത്തിൽ നാം വില കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും സർവ്വലോകത്തെക്കാളും വലിയൊരു പ്രതിഫലം നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടി ആരും ആ വലിയ പ്രതിഫലത്തെ തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ,
ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വ